ഹായ്, വെൽക്കം ടു ജയിലൻ കോപ്പറേറ്റീവ്. ഞാൻ പ്രകീഷ്. അപ്പോൾ നമ്മൾ ബാങ്കിങ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബാങ്കിങ് മേഖലയിൽ ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ പരീക്ഷകൾക്ക് വളരെ അത്യാവശ്യവുമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പദവി എന്ന് പറയുന്നത്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലേ. അതുപോലെ ബാങ്കേഴ്സ് ബാങ്ക് ഒക്കെ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തെ ആകെ കൺട്രോൾ ചെയ്യുന്ന സംവിധാനമാണ് RBI എന്ന് പറയുന്നത്. അപ്പോൾ RBIയുടെ ഗവർണർ പൊസിഷനിലിരിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും നമുക്കറിയാം ഡോക്ടർ ശക്തികാന്ത ദാസ് ആണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ എന്ന നിലയിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡോക്ടർ ശക്തികാന്ത ദാസിനെ എന്താണ് തുടർച്ചയായ രണ്ടാമത്തെ വർഷവും US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ മികച്ച സെൻട്രൽ ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, തുടർച്ചയായ രണ്ടാമത്തെ വർഷവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിട്ടുള്ള ഡോക്ടർ ശക്തികാന്ത ദാസിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അത് US ആസ്ഥാനം പ്രവർത്തിക്കുന്ന ന്യൂയോർക്കൊക്കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാഗസിനാണ് ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ എന്ന് പറയുന്നത്. അങ്ങനെ അവരെല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, മികച്ച സെൻട്രൽ ബാങ്കർമാരെ അങ്ങനെ തിരഞ്ഞെടുക്കാറുണ്ട്. അത് A മുതൽ F വരെയുള്ള കാറ്റഗറി. A എന്ന് പറയുന്നത് മികച്ചൊരു പെർഫോമൻസും അതുപോലെ തന്നെ F ഗ്രേഡിലേക്ക് വരുന്ന സമയത്ത് ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതിൽ A+ റാങ്ക് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മികച്ച സെൻട്രൽ ബാങ്കറായിട്ട് ശക്തികാന്ത ദാസ് തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതായത് ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തിന് വളരെ അഭിമാനമാണ്. അതുമാത്രമല്ല, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് വളരെ വിവാദങ്ങളിൽ പെടുകയും അതുപോലെ തന്നെ ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ച് എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്തുകൊണ്ടൊരു കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഈ ഒരു പദവിയിലേക്ക് എത്തുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവാർഡ് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർ ശക്തികാന്ത ദാസിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിട്ടുള്ള ടേം ഈ വരുന്ന ഡിസംബറിൽ അവസാനിക്കാൻ പോവുകയാണ്. അദ്ദേഹം തുടരുമോ, അദ്ദേഹത്തിന് ഒരു ടേം, അദ്ദേഹം നമുക്കറിയാം ആദ്യം 2021 വന്ന് 23 ഒരു ടേം കൂടി കൊടുത്തതാണ്. അപ്പോൾ 24 അദ്ദേഹത്തിന് മറ്റൊരു ടേം കൂടി ലഭിക്കും. അത് പുതിയൊരു RBI ഗവർണർ വരുമെന്നുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ നിലനിൽക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ഈ മികച്ച സെൻട്രൽ ബാങ്കറുടെ അവാർഡ് ലഭിക്കുന്നത് എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട്. അതുപോലെ തന്നെ ഡെൻമാർക്കിൻ്റെ സെൻട്രൽ ബാങ്കർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ക്രിസ്ത്യൻ കെറ്റൽ തോംസണും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ സെൻട്രൽ ബാങ്കറായിട്ടുള്ള തോമസ് ജോർദാനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ A+ കാറ്റഗറിയിൽ വരുന്നുണ്ട്. പക്ഷേ അവരെ രണ്ടുപേരും മറികടന്നുകൊണ്ടാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിട്ടുള്ള ഡോക്ടർ ശക്തികാന്ത ദാസ് ലോകത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരുപാട് അപ്ഡേറ്റുകൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, പല എക്സാമുകൾക്കും ഇനി പൊടിക്കൈ പോലെ ചോദിക്കാൻ സാധ്യതയുള്ളതും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ബാങ്കിങ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജയിലൻ കോപ്പറേറ്റീവ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ബാങ്കിങ് അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.